നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്തൊരു കൂട്ടം ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളായി മാറും. ഭരണാധികാരികളായി മാറിയപ്പോൾ അതിലേക്ക് ചേക്കേറുന്ന കോൺഗ്രസ്സുകാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഇന്ന് കോൺഗ്രസ്സായി കാണുന്ന ഒരാൾ നാളെ കോൺഗ്രസ് ആയിരിക്കും എന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. ആരും മാറിയേക്കാം എന്നൊരു അനിശ്ചിതത്വം കോൺഗ്രസ് നേതൃനിരയിൽ ആകെ ഉണ്ടായിരിക്കും. ഇതിൽ ഏതെങ്കിലും തരത്തിൽ അതിശയോക്തിയില്ലാലോ. ഇപ്പം ഏറ്റവും ഒടുവിലാണല്ലോ മഹാരാഷ്ട്രയിലെ പഴയ മുഖ്യമന്ത്രി ചവാൻ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയത്. ആരും മാറിയേക്കാം. എത്ര പേര്, എത്ര മുൻ മുഖ്യമന്ത്രിമാർ, എത്ര കോൺഗ്രസ് അധ്യക്ഷന്മാർ, എത്ര കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ, ഇവരെല്ലാം വിട്ടുമാറുകയാണല്ലോ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RSS 1925 ജന്മം കൊള്ളുന്നത്. ജന്മം കൊണ്ടു കഴിഞ്ഞതിന് ശേഷം അവരുടെ ലക്ഷ്യങ്ങളൊന്നും അവർ മറച്ചു വെച്ചിട്ടില്ല. അവര് ഒരു മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കാനാണ് നിലകൊള്ളുന്നത്. അത് കൃത്യമായി തന്നെ ജനങ്ങളുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അവര് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ 3 കൂട്ടരെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും കൂടുതലായിട്ട് പോവുകയില്ല. പക്ഷെ നമ്മളവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, അതിൽ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ആഭ്യന്തര ശത്രുക്കൾ. ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ ജർമ്മനിയിൽ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുന്നതിന് ഹിറ്റ്ലർ സ്വീകരിച്ച മാർഗമാണ് അനുകരണീയം എന്ന് ലോകമാകെ ഹിറ്റ്ലറെ തള്ളിപ്പറയുന്ന കാലം, ലോകം കണ്ട കൊടും ക്രൂരത ഹിറ്റ്ലറുടെ ഭാഗത്തുണ്ടായപ്പോൾ ലോകമാകെ ഹിറ്റ്ലറെ തള്ളിപ്പറയും. അന്ന് ഹിറ്റ്ലറെ അംഗീകരിച്ചുകൊണ്ട് നിലപാടെടുത്തവരാണ് RSS. അതാണ് അവർ കാണുന്ന മാർഗം. നിഷ്കാസനം ചെയ്യുക. ഹിറ്റ്ലർ അവിടെ കൂട്ടക്കശാപ്പ് നടത്തി. അതേ നില ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന അനുകരണീയമായ മാതൃകയാണ് എന്നാണ് അവർ കണ്ടിരുന്നത്. അവരാണ് രാജ്യത്ത് അധികാരം കൈയാളുന്നത്. ഞങ്ങൾ അധികാരം കൈയാളുന്നത് പഴയ ചെങ്കോലും എടുത്തുകൊണ്ടാണ് എന്നിപ്പോൾ കൃത്യമായി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി സ്വീകരിച്ച നടപടികൾ അത് മാത്രം പരിശോധിച്ചാൽ മതി. ആ സ്വീകരിച്ച നടപടികൾ വളരെ പഴയ കാര്യങ്ങളിലേക്ക് പോകണ്ട, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ആ കാര്യങ്ങളിൽ ഒരു വ്യക്തതയാർന്ന നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാൻ ഉതകുന്ന ഒട്ടേറെ നടപടികൾ സ്വീകരിക്കുന്നു. ഏത് കാര്യത്തിലാണ്? കൃത്യതയോടെ
അതിനെ എതിർത്ത് ഞങ്ങൾ മതനിരപേക്ഷതയുടെ ഭാഗത്താണ് എന്ന് പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ളത്?